ദം എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ. അപ്പം എല്ലാവർക്കും ഒരു ബിരിയാണി വെക്കാൻ പോകട്ടോ. വെറും ബിരിയാണി അല്ല, ബൂംബാങ് ബിരിയാണി. ബൂംബാങ്ങിൻ്റെ ബിരിയാണിയാണ് നമ്മൾ റെസിപ്പി ട്രൈ ചെയ്യാൻ പോണേ. സമയം ഇപ്പോൾ 11:30 ആയി. ഷുട്ടു ഉറങ്ങാണ്. ഷുട്ടു ഉറങ്ങുന്ന ഗ്യാപ്പിൽ വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഞാൻ കിടക്കുന്ന നേരമൊന്നുമില്ല, ഷുട്ടുവിനെ ഉറക്കി കിടത്തിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ്. അപ്പോൾ അവൾ ഏറ്റവും എന്ന് വിചാരിച്ച് ഓടി വന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൂംബാങ്ങിൻ്റെ ബിരിയാണി ട്രൈ ചെയ്താലോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ബൂംബാങ്ങിൻ്റെ കണ്ടിട്ടുണ്ട്. പോർക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബിരിയാണി നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ റെഡി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി. ചിക്കൻ വാഷ് ചെയ്തെടുത്തു. അതിലേക്ക് എൻ്റെ കയ്യിൽ വൈറ്റ് ഓണിയൻ തന്നെയായിട്ടുണ്ടായിരുന്നത്. ബൂംബാങ് വാങ്ങിക്കൊണ്ടൊന്നും ഞാൻ വാങ്ങിയതല്ല, വൈറ്റ് ഓണിയൻ ആയിരുന്നു ഇവിടെ റിലയൻസിൽ നിന്ന് വാങ്ങിയിട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ഓണിയൻ ആഡ് ചെയ്തേക്കുന്നത് ഇത് 1.5 എണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തതാണിത്. ഇത് ഞാനും കുറച്ച് ഓയിലിലാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പക്ഷെ എൻ്റെ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് അരഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നു. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇഞ്ചി പൂണ്ട് പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി പൂണ്ട് മുളക് പേസ്റ്റ്. അപ്പോൾ ഇനി ഇതിലേക്ക് അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത കാര്യങ്ങളൊന്നുകൂടി പറയാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓണിയൻ, അതായത് ഒരു 1.5 ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിന് മുളകും കൂടിയിട്ട്, എരിവിനുള്ള മുളകും കൂടിയിട്ട് നമ്മൾ എണ്ണയിൽ അരച്ചെടുത്തത് കേട്ടോ. പിന്നെ തൈര്, 2 സ്പൂൺ തൈരും 1 നാരങ്ങയുടെ നീരും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ അറിയത്തുള്ളൂ. ബിഗിനേഴ്സ് എപ്പോഴും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കറിയില്ല, സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാൻ എനിക്ക് വലിയ പരിചയമില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാം. അപ്പം എൻ്റെ ഉള്ളി ഓൾമോസ്റ്റ് ഇതാ കഴിഞ്ഞ് തുടങ്ങി തോന്നുന്നു. നോക്കട്ടെ. സോ നമ്മൾ റൈസ് ഇട്ടിട്ടുണ്ട്. നെയ്യിൽ പട്ടയും ഗ്രാമ്പും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉള്ളി കൂടി ബ്രൗൺ ആക്കിയിട്ടുണ്ട്. കുറച്ച് കരിഞ്ഞു പോയി. അപ്പോൾ ബ്രൗൺ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ എന്താ പറയുക, റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ടാസ്ക്. ചിക്കനൊക്കെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ കുക്കറാണ്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ റൈസ് ഇടാൻ പറ്റുമോ എന്നുള്ളത്, ഇതിലിപ്പോൾ ഇനി റൈസ് ഇടാൻ എത്രത്തോളം റൈസ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള റൈസ് മാത്രമായിരിക്കും ഇടുക. അപ്പോൾ നോക്കാം. പിന്നെ നമ്മുടെ റൈസ് ഇവിടെ സെറ്റായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഒന്ന് ഹാഫ് ബോയിൽ, അതായത് നോക്കണം, ഒന്ന് ഹാഫ് വേവ് ആവുമ്പോൾ നമുക്ക് എടുത്തിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സമയം 12:04 കേട്ടോ. അപ്പോൾ നമ്മളൊരു 11:30 പ്രിപ്പറേഷൻ തുടങ്ങിയതാണ്. ഓൾമോസ്റ്റ് നമ്മൾ കഴിയാറായി. റൈസ് വെന്ത് കുക്കറിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. അപ്പോൾ എന്താവും നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വിരലിൻ്റെ അളവൊക്കെ വെച്ചിട്ട് റൈസ് വെച്ചിട്ട് അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും ഞാൻ എക്സ്പേർട്ടാണ്, പക്ഷെ അല്ല, അത് ഒരു പ്രാവശ്യം എനിക്ക് പാളിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കാര്യമായിട്ട് അറിയില്ല. നോക്കാം. എന്തായാലും ഹാഫ് ബോയിൽ ആയാൽ മതിയല്ലോ. കൂട്ടിട്ടാണെങ്കിൽ റൈസ് എടുക്കാം. എന്നിട്ട് ബൂംബാങ്ങിൻ്റെ ബിരിയാണി എങ്ങനെയാണ് ട്രൈ ചെയ്യാം. പക്ഷേ ചിക്കൻ ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ തന്നെ നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഫ്ലേവറാണ് അതിൻ്റെ മസാലയ്ക്ക്. ഒരു ബിരിയാണിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ദം ബിരിയാണി ടെക്സ്ചർ വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീരകശാല അരി വെച്ചിട്ടാണ് നമ്മുടെ ബൂംബാങ് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് എനിക്കിവിടെ ബൂംബാങ് കിട്ടിയില്ല. എനിക്കിവിടെ ജീരകശാല റൈസ് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ബസ്മതിയുടെ തന്നെ ഒരു സ്റ്റെല്ല കൈൻഡ് ഓഫ് റൈസാണ് എനിക്ക് കിട്ടിയത്. മീൻസ് ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചൊരു പാർബോയിലിൻ്റെ പോലത്തെ കളറുള്ള അതാണ് കിട്ടിയത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എനിക്ക് ബിരിയാണി വെച്ച് ഒരു വർഷം വെച്ചിട്ടുണ്ട്. നീളമുള്ള അരിയാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ഓക്കെ ആവുമെന്ന് അറിയില്ല. അവിടെ ആവുമായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലഞ്ച് മൂഞ്ചിക്കായി അത്
നോക്കാം, സെറ്റാവുമെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു ബിരിയാണി മണമൊക്കെ ഉണ്ട് കേട്ടോ. റൈസ് ഇങ്ങനെ തിളയ്ക്കണം. അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബിരിയാണി അരി ഹാഫ് വേവ് ആയപ്പോൾ ഞാൻ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് ഇനിയിപ്പോൾ വിസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഇവിടെ ആരെ വന്നിക്കണേ നോക്ക്. ഇതിൻ്റെ മോനെ ചുറ്റുമണി വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം നമ്മൾ സാലഡ് ഉണ്ടാക്കി കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ, എനിക്ക് മാത്രം. ഇപ്പോൾ ഉണ്ണിയേട്ടല്ലല്ലോ, ഉണ്ണിയേട്ടൻ ഇപ്പോൾ വൈകിട്ട് വരുള്ളൂ. അപ്പോൾ വിസിൽ പോകാനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ കുറച്ചും കൂടി വിസിൽ പോകാനുണ്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പ്ലസ് നമ്മൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും 1 മണി ആയിട്ടില്ല കേട്ടോ. നമ്മൾ 11:30 തുടങ്ങിയത്. ഇപ്പോൾ 1 മണി ആവാറായി. 12:55 ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണി ആകുമ്പോഴേക്കും നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയായി നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. എന്തെങ്കിലും പിന്നെ ചെറിയ കുക്കർ ആയതുകൊണ്ടേ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പം അത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. അപ്പം നമുക്ക് നോക്കാം. ചുട്ടുമ്പോൾ ഉണ്ടാക്കുന്ന അലമ്പുണ്ടാക്കുന്നത് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ചിക്കൻ കിടക്കുന്നുണ്ടോ, ഈ ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് വേവാത്ത പോലെ നല്ല പോലെ തോന്നി കേട്ടോ. അപ്പം ഞാൻ ദൈവമേ പണി പാളിന്ന്. പക്ഷെ നിങ്ങൾ നോക്കണം, ബൂമ്പാഗ് ചിക്കനെ പിച്ചിയ പോലെ തേക്കണ ഇതൊക്കെ എല്ലുമെന്നൊക്കെ നല്ല വിട്ടു വന്നിട്ടുണ്ട്. പിന്നെ ഈ ബിരിയാണി എന്ന് പറയാണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ബിരിയാണി എന്ന് പറഞ്ഞാലേ ഈ ചിക്കനൊക്കെ എടുത്തിട്ട് ഞാൻ കഴിച്ചു ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ടേസ്റ്റ് ചെയ്യാം. മസ്റ്റ് ട്രൈ ആണ്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ കഴിക്കുന്ന ബിരിയാണി ഒന്നും എന്താ പറയുക, ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ബിരിയാണിയിലേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അമ്മാതിരി ടേസ്റ്റുള്ള ബിരിയാണി സത്യം കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടാ. ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ബിരിയാണി നല്ലതായിരുന്നു കേട്ടോ. അത് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഴിക്കോടൻ ആ ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ്. അധികം മസാലാസ് ഒന്നും ഇല്ലാതെ ഒരു ദം എഫക്റ്റ് ഉള്ളൊരു ബിരിയാണി. അപ്പോൾ അത് കുക്കർ ബിരിയാണി ആയതുകൊണ്ട് ദം എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ഫ്ലേവർ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ പോലെ സാധാരണ ഒരുപാട് മസാലാസ് ഒക്കെ ഇട്ടുള്ള ബിരിയാണികൾ ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി ഇതൊരു പുഴുങ്ങിയെടുത്ത ചിക്കനായിട്ടോ അല്ലെങ്കിൽ റൈസിന് ഒരു ബിരിയാണി ഫ്ലേവർ ഇല്ലാതെയൊക്കെ തോന്നാം. പക്ഷെ ഞാനെങ്കിലും കൂടുതലും ഇങ്ങനത്തെ ഒരു ഫ്ലേവർഫുള്ളായിട്ട് അധികം ഫ്ലേവർ നഷ്ടപ്പെടാതെ മാക്സിമം ഫുഡുകളൊക്കെ കഴിക്കാൻ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നിഖിലിന് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, വന്നിട്ടില്ല. ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഉണ്ണിയേട്ടനും ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളും മസ്റ്റ് ട്രൈ ആട്ടോ. ബൂംബാങ്ങിൻ്റെ ഈ ഒരു കുക്കർ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പീസ് ഒന്നും പറയുന്നില്ല. ബൂംബാങ്ങിൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ബൂംബാങ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കി അറിയാം. വളരെ സിമ്പിളായിട്ട് വളരെ ടൈം കൺസ്യൂമിങ് കുറവായിട്ടുള്ള ഒരു ഡിഷാണ്, ബിരിയാണിയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലഞ്ചിനൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ പറഞ്ഞേ പിന്നെ ബൈ പറയണേ എല്ലാവർക്കും. ബൈ വരാ, ബൈ. അപ്പം എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ കൊടുത്തേ, ടാറ്റ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. ഓക്കെ ബൈ.